Kindly subscribe this channel to enjoy more collection of moral stories. ഒരു കാലത്ത് ബിഗ് ടോപ്പ് സർക്കസിലെ ഊർജ്ജസ്വലവും തിരക്കേറിയതുമായ ലോകത്ത് ജെസ്റ്റർ എന്ന ദയുള്ള ഒരു തമാശക്കാരൻ ജീവിച്ചിരുന്നു. നർമ്മത്തിനും ഊഷ്മളതയ്ക്കും ജെസ്റ്റർ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. എന്നാൽ അവൻ തന്റെ ജ്ഞാനത്തിനും മിടുക്കിനും പേരുകേട്ടവനായിരുന്നു. അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അസാധാരണമായ ഒരു കൂട്ടം മൃഗങ്ങളായിരുന്നു. എല്ലി ദി എലിഫന്റ്, ലിയോ ദി ലയൺ, പോളി ദി പാരറ്റ്, ടിമ്മി ദി ആമ. അവർ ഒരുമിച്ച് ഏറ്റവും ആകർഷകമായ ഷോകൾ നടത്തി വിദൂരത്തുള്ള പ്രേക്ഷകരെ മോഹിപ്പിക്കുന്നു. എന്നിരുന്നാലും ബിഗ് ടോപ്പിന് കീഴിലുള്ള എല്ലാം തോന്നിയ പോലെ സന്തോഷകരമായിരുന്നില്ല. അത്യാഗ്രഹവും സ്വാർത്ഥതയും അസൂയയും പലപ്പോഴും സർക്കസ് കലാകാരന്മാർക്കിടയിൽ അവരുടെ വൃത്തികെട്ട തല ഉയർത്തി. മനുഷ്യനെയും മൃഗങ്ങളെയും കുറിച്ചുള്ള സൂക്ഷ്മമായ ധാരണയുള്ള ജെസ്റ്റർ മറക്കാനാവാത്ത 4 സംഭവങ്ങളിലൂടെ വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. സംഭവം 1: അത്യാഗ്രഹിയായ കുരങ്ങനും ആനയുടെ ജ്ഞാനവും. ഒരു ദിവസം മാക്സ് എന്ന അത്യാഗ്രഹിയായ കുരങ്ങൻ സർക്കസിൽ ചേർന്നു. മാക്സിന്റെ അത്യാഗ്രഹത്തിന് അതിരുകളില്ലായിരുന്നു. എല്ലാ നിലക്കടലയും ട്രീറ്റുകളും തനിക്കു വേണ്ടി വേണമെന്ന് അയാൾ ആഗ്രഹിച്ചു, മറ്റു മൃഗങ്ങൾക്ക് ഒന്നും അവശേഷിപ്പിക്കാതെ. സൗമ്യവും വിവേകപൂർണവുമായ സ്വഭാവത്തിന് പേരുകേട്ട എല്ലി ആന മാക്സിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ജെസ്റ്ററിനെ സഹായിക്കാൻ തീരുമാനിച്ചു. ഒരു പ്രകടനത്തിനിടെ എല്ലി തന്റെ തുമ്പിക്കൈ ഉപയോഗിച്ച് ഒരു വലിയ നിലക്കടൽ ശേഖരിക്കുകയും മാക്സിന് മുന്നിൽ വയ്ക്കുകയും ചെയ്തു. അത്യാഗ്രഹത്താൽ മതിമറന്ന മാക്സ് അവരെയെല്ലാം ഒറ്റയടിക്ക് എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ കഷ്ടപ്പെട്ടപ്പോൾ നിലക്കടല എല്ലായിടത്തും ചിതറിക്കിടന്നു. മാക്സ് ഒന്നുമില്ലാതെ അവസാനിച്ചു. എല്ലി തന്റെ നിലക്കടല എല്ലാ മൃഗങ്ങളുമായും പങ്കിട്ടു. പങ്കിടലും ഔദാര്യവും എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നൽകുന്നുവെന്ന് മാക്സിനെ കാണിച്ചു. അത്യാഗ്രഹമാണ് നഷ്ടത്തിലേക്ക് നയിച്ചതെന്ന് മാക്സ് മനസ്സിലാക്കി. അതേസമയം പങ്കിടൽ യഥാർത്ഥ സന്തോഷവും സൗഹൃദവും കൊണ്ടുവന്നു. സംഭവം 2: സെൽഫിഷ് കോമാളിയും സിംഹത്തിന്റെ ധൈര്യവും. സർക്കസിൽ ക്ലൈഡ് എന്ന ഒരു സ്വാർത്ഥ കോമാളിയും ഉണ്ടായിരുന്നു. അവൻ എല്ലായ്പ്പോഴും തനിക്കായി ഏറ്റവും മികച്ച വസ്ത്രങ്ങളും ഉപകരണങ്ങളും സ്വീകരിച്ചു, മറ്റുള്ളവരെ കീറിമുറിച്ച അവശിഷ്ടങ്ങൾ അവശേഷിപ്പിച്ചു. അവന്റെ സ്വാർത്ഥത അവനെ പലർക്കും അനിഷ്ടമാക്കി. ക്ലൈഡിന്റെ പെരുമാറ്റം പരിഹരിക്കാൻ ജെസ്റ്റർ ലിയോ ദ ലയണിന്റെ സഹായം തേടി. ഒരു രാത്രി ഒരു ഗംഭീര പ്രകടനത്തിനിടെ ടെന്റിന്റെ ഒരു ഭാഗത്തിന് തീപിടിച്ചു. ക്ലൈഡ് പരിഭ്രാന്തനായി സ്ഥലത്ത് മരവിച്ചു. ലിയോ തന്റെ ധീരമായ ഗർജനത്തോടെ എല്ലാവരെയും കൂടാരത്തിനു പുറത്തേക്ക് നയിച്ചുകൊണ്ട് സുരക്ഷിതത്വത്തിലേക്ക് നയിച്ചു. ലിയോയുടെ നിസ്വാർത്ഥതയും ധീരതയും കണ്ട ക്ലൈഡിന് തന്റെ സ്വാർത്ഥ സ്വഭാവത്തിൽ ലജ്ജ തോന്നി. നിസ്വാർത്ഥതയിൽ നിന്നും ആവശ്യമുള്ള സമയങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിലാണ് യഥാർത്ഥ ശക്തിയും ആദരവും ലഭിക്കുന്നതെന്ന് ക്ലൈഡ് മനസ്സിലാക്കി. സംഭവം 3: അസൂയുള്ള അക്രോബാറ്റും തത്തയുടെ ഔദാര്യവും. ലെന അക്രോബാറ്റ് അങ്ങേയറ്റം കഴിവുള്ളവളായിരുന്നു. എന്നാൽ മറ്റുള്ളവരുടെ വിജയങ്ങളോടുള്ള അവളുടെ അസൂയ അവളുടെ ബന്ധങ്ങളെ വഷളാക്കി. ഏത് ശബ്ദവും അനുകരിക്കാനും പ്രേക്ഷകരെ അനായാസമായി ആകർഷിക്കാനും കഴിയുന്ന പോളി തത്തയോട് അവൾക്ക് അസൂയ തോന്നി. പോളിയുടെ സഹായത്തോടെ ലെനയുടെ വഴികളിലെ പിഴവ് കാണാൻ ജെസ്റ്റർ തീരുമാനിച്ചു. പോളി ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ഒരു പ്രകടനത്തിനിടെ അവൾ ശബ്ദം നഷ്ടപ്പെട്ടതായി നടിച്ചു. തുടർന്ന് ഷോ വിവരിച്ചുകൊണ്ട് തിളങ്ങാൻ ലെനയ്ക്ക് അവസരം ലഭിച്ചു. അത് അവൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുള്ള പോളിയുടെ പിന്തുണയോടെ ലെന അസാധാരണമായ പ്രകടനം കാഴ്ചവെച്ചു. ഷോയ്ക്ക് ശേഷം പോളിയുടെ ഔദാര്യത്തിന്റെ പ്രവൃത്തി ലെന കണ്ടെത്തി. പോളിയുടെ നിസ്വാർത്ഥതയാൽ സ്പർശിച്ച ലെന മറ്റുള്ളവരുടെ കഴിവുകളെ പിന്തുണയ്ക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് പരസ്പര വിജയവും സന്തോഷവും വളർത്തിയെടുക്കുമ്പോൾ അസൂയ തടസ്സങ്ങൾ സൃഷ്ടിക്കുക മാത്രമാണെന്ന് മനസ്സിലാക്കി. സംഭവം 4: സർക്കസ് മാസ്റ്ററും ആമയുടെ ക്ഷമയും. സർക്കസ് മാസ്റ്റർ മിസ്റ്റർ ഗ്രിം കർക്കശക്കാരനും അക്ഷമനും ആയിരുന്നു. പൂർണ്ണത ആവശ്യപ്പെട്ട് അദ്ദേഹം പലപ്പോഴും തന്റെ പ്രകടനക്കാരെ കഠിനമായി തള്ളിവിട്ടു. അദ്ദേഹത്തിന്റെ അക്ഷമ സർക്കസ് സംഘങ്ങൾക്കിടയിൽ സമ്മർദ്ദവും ഭിന്നതയും സൃഷ്ടിച്ചു. തന്റെ ക്ഷമയും വിവേകവും കൊണ്ട് ടിമ്മി ആമയ്ക്ക് മിസ്റ്റർ ഗ്രിമിനെ വിലപ്പെട്ട ഒരു പാഠം പഠിപ്പിക്കാൻ കഴിയുമെന്ന് ജെസ്റ്ററിന് അറിയാമായിരുന്നു. ഒരു ദിവസം ജെസ്റ്ററും ടിമ്മിയും ഒരു പ്രത്യേക ഓട്ടം സംഘടിപ്പിച്ചു. സാവധാനത്തിലുള്ള ആമ ഒരു ഓട്ടത്തിൽ വിജയിക്കുമെന്ന ആശയത്തെ മിസ്റ്റർ ഗ്രിം പരിഹസിച്ചു. പക്ഷേ അദ്ദേഹം ആ കാഴ്ചയ്ക്ക് സമ്മതിച്ചു. പ്രതീക്ഷിച്ചതുപോലെ വേഗതയേറിയ മൃഗങ്ങൾ മുന്നോട്ട് കുതിച്ചു. പക്ഷേ അവ പെട്ടെന്ന് തളർന്നു, ശ്രദ്ധ തെറ്റി.
സ്ഥിരതയാർന്നതും ക്ഷമയോടെയുള്ളതുമായ വേഗത്തിലൂടെ ടിമ്മി ഒടുവിൽ ഫിനിഷിംഗ് ലൈൻ ആദ്യം മറികടന്നു. മിസ്റ്റർ ഗ്രിം ആശ്ചര്യപ്പെട്ടു. എങ്ങനെ വിജയിച്ചുവെന്ന് ടിമ്മിയോട് ചോദിച്ചു. ടിമ്മി വിശദീകരിച്ചു, വേഗതയേക്കാൾ പ്രധാനമാണ് ക്ഷമയും സ്ഥിരോത്സാഹവും. തിരക്ക് തെറ്റുകളിലേക്ക് നയിക്കുന്നു, പക്ഷേ ക്ഷമ ശാശ്വതമായ വിജയം നൽകുന്നു. മിസ്റ്റർ ഗ്രിം ക്ഷമയുടെ പ്രാധാന്യം മനസ്സിലാക്കി തന്റെ പ്രകടനക്കാരോട് കൂടുതൽ ധാരണയോടും ദയോടും കൂടി പെരുമാറാൻ തുടങ്ങി. ഉപസംഹാരം: ഈ 4 സംഭവങ്ങളിലൂടെ ബിഗ് ടോപ്പ് സർക്കസ് യോജിപ്പിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ഇടമായി മാറി. അത്യാഗ്രഹികൾ ഉദാരമതികളായിത്തീർന്നു, സ്വാർത്ഥർ നിസ്വാർത്ഥരായിരിക്കാൻ പഠിച്ചു, അസൂയുള്ളവർ മറ്റുള്ളവരുടെ വിജയങ്ങളിൽ സന്തോഷം കണ്ടെത്തി, അക്ഷമയെ മനസ്സിലാക്കിക്കൊണ്ട് മാറ്റി. ഔദാര്യം, നിസ്വാർത്ഥത, മറ്റുള്ളവരെ ആഘോഷിക്കൽ, ക്ഷമ എന്നിവയിൽ നിന്നാണ് യഥാർത്ഥ സന്തോഷവും ജീവിത വിജയവും ഉണ്ടാകുന്നത് എന്നതാണ് കഥയുടെ ധാർമ്മികത. അങ്ങനെ സർക്കസ് അഭിവൃദ്ധി പ്രാപിച്ചു. ജെസ്റ്ററും അവന്റെ മൃഗസുഹൃത്തുക്കളും അവരുടെ ആവേശകരവും ഹൃദയസ്പർശിയായതുമായ പ്രകടനങ്ങളിലൂടെ വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുന്നത് തുടർന്നു. അവരുടെ കഴിവുകൾ മാത്രമല്ല, അവരുടെ ജ്ഞാനം കൊണ്ടും പ്രേക്ഷകരെ മയക്കി.